മകൻ പിതാവിന്റെ സ്വത്തുക്കളും പിടിച്ചെടുക്കാൻ നോക്കും. എങ്ങനെയെങ്കിലും ബാപ്പാന്റെ മുതൽ തട്ടിയെടുക്കാൻ ആര് ശ്രമിക്കും? മകന്റെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ ബാപ്പയും നോക്കും. എന്ന് പൊജാനി ഭവിഷ്യന്തി ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം കഴിക്കാൻ അക്കാലത്തിൽ മനുഷ്യനും ഒരു മടി ഉണ്ടാവില്ല. അതായത് നമ്മളെ മതത്തിൽ പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിൽ ഹറാമോ ഹലാലോ എന്നവൻ നോക്കൂല. ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ലാത്തതായിരിക്കും, ആ ഭക്ഷണം കഴിക്കും. നിറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഹേതുവാദം, ഹേതു പറഞ്ഞാൽ കാര്യകാരണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിശ്വസിക്കുള്ളൂ. ബിദ്അത്ത്, വഹാബിയത്ത് ഒക്കെ തന്നെയാണ് ഹേതുവാദം. ഒരു ഹേതുവാദമാണ് എന്ത്? മതത്തിന്റെ ഉള്ളിലെ ഹേതുവാദമാണ് എന്ത്? വഹാബിയത്ത്, ഹേതുവാദം. സുന്നിയത്തെന്താ? നമുക്ക് അങ്ങനെ മുൻഗാമികൾ ചെയ്ത് സത്യസ്വാധീനങ്ങൾ ചെയ്ത് ബോധ്യപ്പെട്ടാൽ മതി. ഹേതുവാദമില്ല. അതായത് അതിന് കാരണം നമുക്ക് കിട്ടിയാലും വേണ്ടില്ല, കണ്ണിയത്ത് അങ്ങനെ പറഞ്ഞാൽ മതി. ഇല്ല, അങ്ങനെ തന്നെയല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാൻ കണ്ണിയത്ത് അങ്ങനെ പറഞ്ഞാൽ മതി, ശംസുലൻ അങ്ങനെ പറഞ്ഞാൽ മതി, കുത്തുബി തങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതി, സദഖത്തുൽ മൗലിയ മഹാനവർകൾ അങ്ങനെ പറഞ്ഞാൽ മതി. ഇനി അതിനൊരു ഹേതുവാദമില്ല, എന്റെ മൂപ്പർ അങ്ങനെ പറഞ്ഞു ചോദിച്ചില്ല. മറ്റൊരു അങ്ങനെ പോരാ, ഒരു തെളിവിനെട്ടോ ചെരുപ്പന് കിട്ടിക്കോളുന്നില്ല, അപ്പോൾ അത് അനുഷ്ഠിക്കൂല. ആരാ അവിടെ ഹേതുവാദ വിലോപിതനാവുന്നത്? ആരാ? ബ്രാഹ്മണൻ. അതായത് നമ്മുടെ സമുദായത്തിൽ പണ്ഡിതന്മാർ ഹേതുവാദ വിലോപിതരാവും. 3-ാം പർവം 188-ാം അധ്യായം 77-ാം ശ്ലോകം മഹാഭാരതത്തിൽ വനപർവത്തിൽ നിന്നാണ്, സമസ്യപർവത്തിൽ നിന്നാണ് വായിക്കുന്നത്. അഭീക്ഷണം ക്രൂരവാദിന്യ പരുഷ യുജപ്രിയ ഭർത്തവ്യ ഭർത്തൃത്വം വചനേ ചൈവ നസ്യന്തി തഥാ സ്ത്രീയ. സ്ത്രീകൾ ആ സമയത്ത് പരുഷവും ക്രൂരമായിട്ടായി സംസാരിക്കുക, പരുഷമായി പെരുമാറും. ഒരിക്കലും സ്ത്രീകൾ ഭർത്താവിന്റെ വചനേ ചൈവ നസ്യന്തി, ഒരിക്കലും പെണ്ണുങ്ങൾ എന്തെങ്കിലും വാക്കിന് വില വെക്കൂല. ആരുടെ വാക്കിന്? ഭർത്താവിന്റെ വാക്കിന് വില വെക്കാനല്ല, ഭർത്താവിന്റെ വാക്കിന് വില വെക്കും. ഭർത്താവ് അവളെ വാക്കിന് വില വെക്കും. ഭാര്യ വ്യഭിചരിച്ചു എന്ന് ബോധ്യപ്പെട്ടാലും ഭർത്താവ് കാര്യം എന്നാലും അത് സാരല്ല, ഇജി പോര്. എത്ര കേസായി അടുത്ത കാലത്തിൻ്റെ അടുത്ത് വന്നിട്ടുള്ള അറിയാം? എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. ഭാര്യ വ്യഭിചരിച്ചു, ബോധ്യപ്പെട്ടു, എന്നാലും അപ്പോൾ മറ്റും പറഞ്ഞു, എന്ത് വ്യഭിചരിച്ചോൻ പറഞ്ഞു ഇജ് ഒഴിവാക്കിക്കളാം, ഞാൻ എടുത്തോളാം. അപ്പം മറ്റും പറഞ്ഞു ഇജ് പോകരുതേ. പുരുഷന്മാർക്ക് പൗരുഷം കുറയുന്നുണ്ട് എന്നുള്ള വലിയ പഠനം നടന്നു ലോകത്ത്. സ്ത്രീകൾക്ക് പൗരുഷത്തിലേക്ക് നീങ്ങും ചെയ്തു. അതായത് 1800കളിൽ ഒരു പുരുഷൻ ഷെയ്ക്കാൻഡ് ചെയ്യുന്നതും പുരുഷന്മാർ ഷെയ്ക്കാൻഡ് ചെയ്യുന്നതും ഇപ്പോഴത്തെ പുരുഷന്മാർ ഷെയ്ക്കാൻഡ് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് ശാസ്ത്ര പഠനം. എനിക്ക് നിങ്ങളൊന്നും കാണാനില്ല. ഇതിപ്പോൾ ഇത് ഷെയ്ക്കാൻഡ് ചെയ്യാണ്. അപ്പം ഇത് 1800കളിലെ പുരുഷന്മാർ ഷെയ്ക്കാൻഡ് ചെയ്യുന്നതിൻ്റെ അത്ര ശക്തി ഇപ്പം നമ്മളുടെ കൈ കൊടുക്കലിന് ഇല്ലാന്നിരിക്കും. അതേ സമയത്ത് പെണ്ണുങ്ങൾക്ക് കൂടിയിട്ടുണ്ട്. അതായത് 1800കളിലൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ കൈ ഇങ്ങനെ തൊടലാണെങ്കിൽ ഇപ്പം എന്ത് ചെയ്യും? അപ്പം അത് ഉള്ളിലുള്ള ഒരു എന്താണ് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിറഞ്ഞാൽ ഞാൻ എന്തിനും പോന്നോളാണ് എന്നൊരു ധാരണ ആർക്കുണ്ട്. അപ്പം പണ്ടത്തെ കാലത്ത് പെണ്ണുങ്ങളെന്നൊക്കെ ഒരാളെ കൈ കൊടുത്തിക്കണമെങ്കിലും അതൊരു എണ്ണയിലിടുന്നതിന് മുമ്പുള്ള പപ്പടത്തിൻ്റെ കോലത്തിലായിരിക്കും, കുഴഞ്ഞുകൊണ്ടൊരു കൈ കൊടുത്ത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം കൊടയാം, വെരി ഗ്ലാഡ് ടു മീറ്റ് യു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പെണ്ണ് കൈയെടുക്കാൻ ഭയങ്കര ശക്തിയാണ്. ആർക്ക്? പെണ്ണിന്. അതാണ് ഈ പറയുന്നത്. പരുഷമായി പെരുമാറും, പൗരുഷം അവർക്കുണ്ടായിരിക്കും. ഭർത്താവിന്റെ വാക്കുകൾ അനുസരിക്കേയില്ല. വചനേ ചൈവൻ തസ്യന്തി തഥാ സ്ത്രീയ. അഭീക്ഷണം ക്രൂരവിദ്യാന് പുരുഷൻ രുദിതപ്രിയ ഭർത്തൃത്വം വചനേ. ഭർത്താവിന്റെ വാക്കുകൾ ഒരിക്കലും അനുസരിക്കുന്നില്ല. ഭർത്താവ് ഭാര്യയെ അനുസരിക്കണം. അത് വന്നു കഴിഞ്ഞു. അല്ലാതെ നിങ്ങൾ വർത്താനം പറഞ്ഞാൽ 2-3 കുട്ടികളുടെ പെണ്ണുങ്ങൾ ഭർത്താവിനെ ഒഴിവാക്കി പോയ സംഭവങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. നിങ്ങളെ ശരിയാവില്ല, മൂപ്പർ ശരിയാവില്ല. 2-3 കുട്ടികൾ ഉണ്ടായിട്ട് അതിന് കാരണങ്ങളുണ്ട്. കാരണമുണ്ട്. പറഞ്ഞുതരാം. കാരണം സ്വൈരാഹാരാശ്ച പരുഷ യോഷിതശ്ച വിഷാംപദേ അന്യോന്യം സഹിഷ്യന്തി യോഗാന്തേ പരുപസ്ഥിതേ. സ്ത്രീകൾ ഒറ്റയ്ക്ക് ജീവിക്കും. സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തത ഉണ്ടാവും. തന്നെ കാരണം സ്ത്രീകൾക്ക് ലോകാവസാനം വരുമ്പോൾ സ്ത്രീകൾക്ക് സ്വയം വരുമാനങ്ങളുണ്ടാവും. എന്ന പദ്ധതി എവിടുന്നാണ് വായിക്കുന്നത്? ഇത് പിന്നെ മഹാഭാരതം വനപർവത്തിൽ നിന്ന് വായിക്കുക.
അധ്യായം 188 ശ്ലോകം 44. സ്ത്രീകൾ യുഗാവസാനം ലോകാവസാനം വരുമ്പോൾ സ്ത്രീകൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ ത്രാണിയുള്ളവരായിരിക്കും. അവർക്ക് സ്വയമായി വരുമാനവും ഉണ്ടാവും. എന്തേ അങ്ങനെ തന്നെയല്ലേ? പെണ്ണുങ്ങൾ ഭർത്താവിനെ അനുസരിക്കാതിരിക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്താ? ഓർക്ക് പണിയുണ്ട്, പരി കുത്തുന്ന പണിയുണ്ട്, ലക്ഷങ്ങൾ നേടുന്നുണ്ട്. അതന്നെ പ്രശ്നം. പണ്ട് അങ്ങനെയല്ല. പണ്ട് എന്ത് ബാപ്പാക്കും മാക്കും പേടിയാൽ തുടങ്ങും. എൻ്റെ കുട്ടി, ഞാനും എൻ്റെ ഓളും മരിച്ച ആ കുട്ടിനെ ആര് നോക്കും? ഒരു മുറുക്ക് കഞ്ഞി കിട്ടണമെങ്കിൽ നാത്തൂന്റെ പിന്നാലെ നടക്കേണ്ടി വരും. പണ്ട്. ഇപ്പോഴോ ഇവൾക്ക് സ്വയം എന്തുണ്ട്? വരുമാനമുണ്ട്. എന്നോട് ഒരു ബാപ്പ വന്ന് പറഞ്ഞു, എന്നോട് എന്ത്, ആര്, നാട്, കാലം ഒന്നും പറയില്ല. ഒരു വാപ്പ എന്നോട് ഈ 10-25 കൊല്ലത്തിനുള്ളിൽ ഒരു വാപ്പ എന്നോട് ഒരിക്കൽ പറഞ്ഞതാണ്, എൻ്റെ മോള് ബാംഗ്ലൂരിലാണത്രേ. ഒരു ഈമാൻദാരിയായ വാപ്പ. ഞങ്ങൾക്കറിയില്ല, ഓള് എപ്പോഴെങ്കിലും വരും. ഒരുപാട് വയസ്സായി, കെട്ടിക്കാനും അതിൻ്റെ അപ്പുറത്തിൻ്റെ അപ്പുറം വയസ്സായി. ഓളെ കെട്ടിക്കാൻ സമ്മതിക്കൂല. അവൾ ബാംഗ്ലൂരാണെന്ന് പറയുന്നുണ്ട്. ഓളെവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അവൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഞങ്ങൾ കാണും. പോകുമ്പോൾ ബസ് സ്റ്റോപ്പ് വരെ ഉള്ള സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ വയ്ക്കും. ബസ് കയറി കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറത്ത് ഒരു സ്ഥലമുണ്ട്, പോർട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയില്ല. അവിടേക്ക് ഞങ്ങൾ ഒപ്പം പോരാ, എൻ്റെ ബസ്സിന് ഞങ്ങൾ കയറ്റിത്തരാൻ പറഞ്ഞാൽ സമ്മതിക്കൂല. അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറയും. അപ്പം ഞങ്ങളെ ഓളത്തിലേ ഉള്ളൂ. ഈ മനുഷ്യൻ 5 വക്ത് നിസ്കരിക്കുകയും കണ്ണിൽ വെള്ളം നിറച്ച് റബ്ബിനോട് കാര്യം ചെയ്യുന്ന ആളാണ്. നാട് പറയില്ല, പേര് പറയില്ല, ഒന്നും പറയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതായത് ഈ മോള്, ഈ 10, 25, 26, 28 വയസ്സായ മോള് എവിടെയാണ് ജീവിക്കുന്നത് എന്ന് വാപ്പാക്ക് അറിയില്ല. മദ്രസ പള്ള നിറച്ച് പഠിച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. അവൾ പോവും. ഏത് മലപ്പുറത്തേലും മറ്റൊരു ഒക്കെ ബാംഗ്ലൂർ കോലി എവിടെ വന്നിട്ടാണ്? എവിടെ വന്നിട്ടാണ്? കോഴിക്കോട് വന്നിട്ടല്ലേ ബസ് കയറിയ. ആ ബസ് വരെ വരാന്ന് പറഞ്ഞാൽ സമ്മതിക്കൂല. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം എന്താ? അപ്പൊ ഞങ്ങൾ വിശ്വസിക്കാണ് എന്ത്? ഞങ്ങൾ വിശ്വസിക്കാണ് എന്ത്? ഓള് ബാംഗ്ലൂരാണ്, ഞങ്ങൾ വിശ്വസിക്കാണ്. ഓള് കോയമ്പത്തൂരാണോ? അറിയില്ല. അത് ഓള് കോഴിക്കോട് തന്നെയാണോ? അതും അറിയില്ല. ഞങ്ങൾ കോഴിക്കോടൻ ബസ്സിലുള്ള കഴിച്ചു വിടും, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ കോഴിക്കോട് വരെ ഞങ്ങളൊന്ന് വരാറിനാ ദേഷ്യം പിടിക്കും. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം എന്താ? ഞങ്ങൾക്ക് ആ കുട്ടി ബാംഗ്ലൂരിലൊക്കെ ഒന്ന് ഏറ്റവും ചുരുങ്ങിയത് ബാംഗ്ലൂരാണ് നിങ്ങളൊന്ന് വിചാരിക്കാലോ. എന്ത് ബാംഗ്ലൂർ ബസ് ഒന്ന് കയറ്റി വിട്ട് ബസ് പുറപ്പെട്ടാൽ എന്ത് വിചാരിക്കാം? ഉറപ്പിക്കാന്ന് വെച്ചാൽ വിചാരിക്കാലോ. ഇത് ഞങ്ങൾക്ക് അതിനും പറ്റൂല. എന്ത് ബാംഗ്ലൂർ ബസ്സിൽ ഇവള് കേറുന്നതിന് ഒപ്പം പോകാൻ സമ്മതിക്കൂല. ഇത് എന്നോട് ഏകദേശം ഒരു 5-6 കൊല്ലം മുമ്പ് ഒരു വാപ്പ ഇടക്കിടക്ക് ഇങ്ങനെ ഓർമ്മ വരും. അത് നല്ല മനുഷ്യനുമാണ്, നല്ല 5 വക്ത് നിസ്കാരമുള്ള നല്ല മനുഷ്യനാണ്. പക്ഷേ കയ്യിൽ നിന്ന് വിട്ടുപോയി. ആര്? മകള്. അത് എല്ലാവരും അവസ്ഥ അങ്ങനെ തന്നെ കേട്ടോ. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അയാളെ കുറ്റം പറയണ്ടട്ടാ. ഇതൊക്കെ നാട്ടിൽ സർവ്വസാധാരണ. കാരണം അവൾ ത്രാണിയുള്ളവളായി. ഓള് മനസ്സിലാണ്ട് പറയും. മഹാഭാരതത്തിൽ അത് പറയുന്നു, മഹാഭാരതത്തിൽ അത് പറയുന്നത്. സ്വൈരാഹാരാശ്ച പരുഷ യോഷിതശ്ച വിഷാംപദേ. പെണ്ണുങ്ങൾ അക്കാലത്ത് ഒറ്റയ്ക്ക് ജീവിക്കും. അവർക്ക് സ്വയമായി എന്തുണ്ടാവും? വരുമാനമുണ്ടാവും. അവർക്ക് പുരുഷന്മാരെ പോലെ ജീവിക്കാൻ ത്രാണി ഉണ്ടാവും. നിയമങ്ങളും അനുശാസിക്കും. നിയമവും ഉണ്ടാവും. ഇല്ലേ? ഓളെ നിയമം അനുശാസിക്കും. ഓൾക്ക് എല്ലാവിധ സുരക്ഷിതത്വം ആര് കൊടുക്കും? നിയമം കൊടുക്കും. പുരുഷനാണ് പിന്നെ എന്ത്? സ്ത്രീ പീഡനല്ല ഇപ്പം നടക്കുന്നത് പുരുഷ പീഡനം. പുരുഷന്മാർക്കാണ് ഇപ്പൊ രക്ഷയില്ലാത്തത്. അങ്ങനെ തന്നെയല്ലേ? ചിന്തിക്കാൻ ഇതൊക്കെ എന്നോ പറഞ്ഞു എന്ന് അന്യോന്യം സഹിഷ്യന്തി. ഇനി പെണ്ണും പുരുഷനും പരസ്പരം സഹിക്കൂല. ഭാര്യ ഭർത്താവിനെയും സഹിക്കൂല, ഭർത്താവ് ഭാര്യയെയും സഹിക്കൂല. അന്യോന്യം സഹിഷ്യന്തി. അവര് പരസ്പരം ഉണ്ടാവില്ല. മനസ്സിലായില്ല? ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ, പുരുഷനെ സഹിക്കൂല. ഒരു പീരിയഡ് പിന്നീട് വരുന്നുണ്ട്. അത് അന്ന് വാക്കാൽ പറയുന്ന ഒരു വാക്കിന്മേൽ വിവാഹമല്ല. എന്ത്? സ്ത്രീ പുരുഷ ജീവിതം വാക്കിലായിരിക്കും. മറ്റൊരു വാക്കും അത് മാറ്റുകയും ചെയ്യും. ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. തെറ്റിപ്പിന്നിൽ അധികരിക്കും. ഒരാളും സഹിക്കൂല.
അന്യോന്യം സഹിഷ്ണുത തന്നെ യുഗാന്തേ പരിവസ്ഥിതേ ഒരു തെറ്റിപ്പിരിയും. അവർ പരസ്പരം സഹിക്കാനൊക്കെ കഴിയില്ല. അങ്ങനത്തെ ജീവിതമാണ് പരസ്പരം ഉണ്ടാവുക. അങ്ങനെ അവ സ്വാഭാവികമായും അതിന് പിന്നെ എന്തില്ല, ഇതിനാക്കാൻ കഴിയില്ല. പിതപുത്രം, ഒരു പിതാവും പുത്രനോട് ക്ഷമിക്കില്ല. പുത്രനും അങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ല? ഇത് വായിക്കുന്നത് മഹാഭാരതം വനപർവത്തിൽ നിന്നാണ്. വനപർവ പിന്നെ 3-ാം പർവം 188-ാം അധ്യായം 42-ാം ശ്ലോകം. ന ചാംശതി പിത പുത്രം 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 പുത്ര ച പിതരം തഥാ ഭാര്യ ച പ്രതി ശുശ്രൂഷാം കരിഷ്യതി കാച്ചന. ഒരു പിതാവും പുത്രനോട് ക്ഷമിക്കില്ല, പുത്രൻ പിതാവിനോട് ക്ഷമിക്കില്ല. പിന്നെ തഥാ ഭാര്യ തഥാ ഭാര്യ ച പതി ശുശ്രൂഷ. അങ്ങനെ തന്നെയാണ് ഭാര്യ ഭർത്താവിനെ ശുശ്രൂഷ ചെയ്യില്ല. എനിക്കൊരു കാലുവേദന ഉണ്ടായോ, ഇതൊന്ന് തിരുമ്മി കൊണ്ടുവരണ. എനിക്ക് തന്നെ എന്ന് കാലുവേദന തുടങ്ങി തിരിച്ചാ എനിക്ക് കാലിനൊരു വേദന ഉണ്ട് വളരെ നിൽക്കറ. നിങ്ങൾക്ക് ഇപ്പോഴല്ലേ തുടങ്ങിയത് എനിക്ക് കാലുവേദന എന്നാണ്. ഞങ്ങളോട് പറഞ്ഞു ഞാൻ കടന്നു നോക്കാൻ നോക്കി. ഇത് മഹാഭാരതം വായിക്കണേ. ഇത് നിങ്ങളിപ്പോൾ ഈ മുന്നിലിരിക്കണ കുട്ടികളൊക്കെ ഇത് മനസ്സിലാക്കാത്തത്. ഇങ്ങക്കിത് മിഥുവിൻ്റെ കാലാണ്. കുറച്ചത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരിക്കലും ഭാര്യ ഭർത്താവിന് സേവനം ചെയ്യില്ല. ഒരാൾ സേവനം ചെയ്യില്ല അങ്ങനെ. കാരണം ഓക്ക് ഇതൊന്നും ആവശ്യമില്ല. ഓൾക്ക് സ്വയം പര്യാപ്തത ഉണ്ട്. പുത്രപിതൃവധം, പുത്രൻ പിതാവിനെ കൊല്ലും. കൃതാപിത പുത്രവധം, അതേപോലെ തന്നെ ആരാരും കൊല്ലും, പിതാപുത്രനെ കൊല്ലും. മഹാഭാരതത്തിൽ നിന്ന് വായിക്കണം. വനപർവ 188-ാം അധ്യായം 28-ാം ശ്ലോകം. പുത്ര പിതൃവധം കൃതാപിതാ പുത്രവധം. പുത്രന്മാരാരെ കൊല്ലും? പിതാവിനെ കൊല്ലും. തിരിച്ച് പിതാപുത്രന്മാരെ കൊല്ലും. കൊല്ലൽ ചിലടത്ത് നടക്കും, ചിലർക്ക് കൊല്ലണത് വരെ. നീയിപ്പോൾ കൊല്ലനേ ബാക്കിയുള്ളൂ. അങ്ങനെ ഉണ്ടാവും ചില പേരയിൽ. നീ പോലും പിന്നെ കൊന്നിട്ടില്ല, എനിക്ക് കഞ്ഞീര് വിഷ ഇട്ടിട്ടില്ല, ബാക്കിയൊക്കെ അങ്ങനെ പറയുന്ന ബാപ്പാർ എത്രയാണ്? അല്ലേ? സത്യല്ലേ? നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെയാണ്. പുത്രമാ പിതാവിനെയും കൊല്ലും. കാരണം കൊന്നു കിട്ടിയാലല്ലേ, ഞാൻ മരിച്ചിട്ടിയാൽ അല്ലേ അവനും ഒക്കെയുള്ള കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. തിരിച്ചും കിട്ടും. ഒരുപാട് കാരണമായിരിക്കും. ഒരുപാട് കാരണങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നത് പോലും കയറില്ല. ചിലപ്പോൾ പുത്രന്മാരെ ഭാര്യമാർ പിതാവിൻ്റെ കൂടെ ഇരിക്കും. എൻ്റെ സർവീസ് നേരെയാണ് വലിയ വലുത്. അപ്പോൾ നിങ്ങളെല്ലാ രഹസ്യം എന്നോട് അറിയില്ലേ? അപ്പം എൻ്റെ എത്ര രഹസ്യം ഉണ്ടാവും? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിലപ്പോൾ പാപ്പാൻ്റെ ഭാര്യ ബൻ്റെ ഭാര്യ ഇരിക്കും. പിന്നെ ഇടയിൽ ബൻ മാത്രമേ ഉള്ളൂ. ഓനാണ് ചത്തിട്ടിയായി പ്രശ്നം തീർന്നല്ലോ. പിന്നെ വാപ്പാക്ക് മരുവളെയും സംരക്ഷിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടിയാൽ മതി. പ്രസവിക്കണ പേടിക്കുമ്പോണ്ടല്ലോ ഇപ്പോൾ 1-2 കുട്ടിയാർ പ്രസവം നിർത്തിയത്. ഇങ്ങനത്തെ കേസുകൾ 1-2 അല്ല. എവിടുത്തെ കേസ്? അമേരിക്കയിലെ ആംസ്റ്റർഡാമിൽ കഥ പറയല്ല, മലപ്പുറത്തും കോഴിക്കോട്ടെയും കഥ പറയാണ്. അവരാണല്ലോ. എനിക്കിപ്പോൾ ആംസ്റ്റർഡാമിൽ ചങ്ങായില്ലല്ലോ. എൻ്റെ ഭാര്യ എൻ്റെ പാപ്പാൻ്റെ ഭാര്യയാണ് എന്ന് പറയുന്ന ആളുകൾ എന്നോട് ഈ കൊല്ലം 2026 പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തി 2026 പിറന്നിട്ടും ഇവിടെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യ എൻ്റെ പാപ്പാൻ്റെ ഭാര്യയാണ്. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞെടിയിലൊരാളുണ്ട്. ഞെടിയിലൊരാളാരാണ്? ഭർത്താവ്. ഓനാണ് നീങ്ങാൻ പോയി. തിരിച്ച് ഉമ്മ മരിച്ചു, ബാപ്പത്തിനെ കിട്ടി. തിരിച്ച് അക്കേസും ഈ കൊല്ലം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ പെണ്ണിനെ പിന്നെ ആര് കൊണ്ട് നടക്കും? മകൻ. ഞാൻ ഇടയിൽ ഒരാളുണ്ട്. ആര്? ബാപ്പനും ഇവൻ പോയ പോലെ. പേര് മാന്യതയില്ലല്ലോ. ഇളയമാനെ സംരക്ഷിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ ബന്ധം ലൈംഗിക ബന്ധമാണ്. ഇക്കൊല്ലം 2026 ഈ പ്രശ്നം വന്നിട്ടുണ്ട്. ഇതിനെന്താണ് പരിഹാരം? എല്ലാത്തിനും നമുക്ക് പരിഹാരം പറയാൻ കഴിയില്ല. ക്ലാസ്സിലാണ് കുറച്ച് കഴിഞ്ഞ് വിട്ടു.
നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? എന്താ പറഞ്ഞേ ഇങ്ങനത്തെ വിഷയങ്ങൾ ഇതൊന്നും. അപ്പൊ പിതാവിന് അവിടെ ഒരു ഉദാഹരണമാണത്. ഒരുപാട് സ്റ്റേജുകളുണ്ട് ഇതിന്. ബാപ്പ അവിടെ ആരാഗ്രഹിക്കും മകനൊന്ന് ജീവൻ പോയി കിട്ടിയെങ്കിൽ? മകൻ എവിടെ ആരാഗ്രഹിക്കും? ബാപ്പയെന്ന് മരിച്ചിട്ടാൽ വളയമാനെ സംരക്ഷിച്ച് കിടക്കും, മകൻ മരിച്ചിട്ടാൽ മരുമോളെ സംരക്ഷിച്ച് കിടക്കാം. കാര്യങ്ങളൊക്കെ നടന്നു പോവുകയും ചെയ്യും. മനുഷ്യന്റെ ലക്ഷ്യാകപ്പം ലോകാവസാനമായ 2 സാധനമല്ലേ ഉള്ളൂ. എന്ത് എന്തൊക്കെ സംഭവങ്ങൾ പറഞ്ഞ ഇങ്ങനത്തെ പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നും. പുത്രപിതൃവധം കൃതാപിത പുത്രവധം തഥാ നിരുദ്വേഗ ബൃഹദ്വാദി എന്ന്. അതായത് എന്നാൽ അതിന്റെ പേരിൽ രണ്ടാൾക്കും ദുഃഖം അനുഭവം ഉണ്ടാവില്ല. ദുഃഖം നടിക്കും. ബാപ്പ മരിച്ചെന്ന് പുത്രൻ, പക്ഷെ ഓൻ എന്തുണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല. തിരിച്ചു മകൻ മരിച്ചെന്ന് ബാപ്പ ദുഃഖം നടിക്കും. ബാപ്പാക്ക് അവിടെ എന്തുണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല. കാരണം ബാപ്പാക്ക് സുഖത്തിന്റെ കാലഘട്ടം അറിയാൻ പോവുകയാണ്. ഇങ്ങനെ ഇതൊക്കെ ലോകാവസാനം വരും. ഇതൊക്കെ ഇത് എവിടുന്ന വായിച്ചതെന്നറിയോ? മഹാഭാരത വനപർവ്വത്തിൽ നിന്നാണ് വായിച്ചത്. 188 അധ്യായം ശ്ലോകം 28. പുത്രാഹ മാതാപിതരോഹ ഹനിഷ്യന്തി യുഗാക്ഷയേ സുദായിഷ്യന്തി ചം പദീം സ്ത്രീയാ പുത്രാൻ അപശ്രിത. നേരത്തെ പറഞ്ഞ ആദ്യ ഭാഗം. അവസാന ഭാഗത്ത് പറയുന്നത് പദീം സ്ത്രീയാ പുത്രാൻ അപശ്രിത. ലോകാവസാനമാകുമ്പോൾ മക്കളും അമ്മമാരും ഒറ്റക്കെട്ടാവും. ആര് പുറത്താവും? ബാപ്പ പുറത്താവും, അച്ഛൻ പുറത്താവും. അച്ഛന് വീട് ശല്യവും. ലോകാവസാനം എടുക്കുമ്പോൾ അച്ഛന് ബാപ്പാക്ക് വീട് ശല്യവും, ഒറ്റക്കെട്ടാവും. ആരും അമ്മയും മക്കളും ഒന്നാവും. ഇത് വലിയ ഒരു ലോകത്താണ് നടക്കുന്നത്. ഹൈന്ദവ മുസ്ലിം സമൂഹങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഹൈന്ദവ സമൂഹത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്, മുസ്ലിം സമൂഹത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അമ്മയും മക്കളും ഒന്നാകുക. പിന്നെ ബാപ്പാക്ക് അവിടെ എന്തില്ല, ഒരു വലിയ ബാപ്പാക്ക് അവിടെ ഇല്ല. അങ്ങനെയാകുക. ലോകാവസാനം വരുമ്പോൾ അങ്ങനെ വരും എന്ന് മഹാഭാരതം വനപർവ 188 അധ്യായം ശ്ലോകം 78. ഇനിയുണ്ട്. പിതാ പുത്രസ്യ ഭോക്താ ച പിതുഃ പുത്രസ്തൈവ ച അതിക്രാന്താനി ഭോജ്യാനി ഭവിഷ്യന്തി യുഗാക്ഷയേ. ഒരു പിതാവ് മകന്റെ സ്വത്തുക്കൾ പിടിച്ചടക്കാൻ കൗശലം നോക്കും. തിരിച്ചു അതുപോലെ മകൻ പിതാവിന്റെ സ്വത്തുക്കളും പിടിച്ചടക്കാൻ നോക്കും. എങ്ങനെയെങ്കിലും ബാപ്പാന്റെ മുതൽ തട്ടിയെടുക്കാൻ ആര് ശ്രമിക്കും? മകന്റെ സ്വത്തുക്കൾ പിടിച്ചടക്കാൻ ബാപ്പി നോക്കും. എന്ന് ഭോജ്യാനി ഭവിഷ്യന്തി ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം കഴിക്കാൻ അക്കാലത്തൊരു മനുഷ്യനും ഒരു മടി ഉണ്ടാവില്ല. അതായത് നമ്മളെ മതത്തിൽ പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത് ഹറാമോ ഹലാലോ എന്നവൻ നോക്കൂല. ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ലാത്തതായിരിക്കും, ആ ഭക്ഷണം കഴിക്കും. നിറയണമെന്ന് മാത്രമേ ഉള്ളൂ. ബാപ്പാന്റെ മുതൽ കിട്ടാൻ കളിക്കും ആര്? മകൻ. അങ്ങനെ കളിക്കുന്ന ഇഷ്ടം പോലെ ഇല്ലേ? ഇനി ഒരു സംഭവം പറയാം. ബാപ്പ മരിച്ചപ്പോൾ മുതൽ ഉരിച്ചു. 8 ആർക്കുണ്ട്? ഉമ്മാക്കുണ്ട്. അപ്പം ഉമ്മാനോട് എല്ലാവരും കൂടി പറയാം, നിങ്ങൾ മരിച്ചാലും ഞങ്ങൾ ഇതേമാതിരി ഒന്ന് കൂടി തല്ലുണ്ടാക്കണമല്ലോ. അപ്പം ഉമ്മ ബേജാറാകണ്ട, ഉമ്മാക്കൊക്കെ ഞങ്ങളൊക്കെ അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ സാധുവിൻ്റെ 8 ഇവരോട് ഓദിച്ചെടുക്കുക. ഇതും ഞങ്ങൾക്കൊക്കെ ഉള്ളത് തന്നെയല്ലേ. എന്നിട്ട് ഈ തള്ളം മരിക്കണതിന് മുമ്പ് തന്നെ ഈ മുതൽ ആരുതാക്കുക? മക്കൾ. എന്നിട്ട് പിന്നെ ഊരിക്കുക. ഒരു 3 ദിവസം ഉമ്മ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത മുതൽ മറ്റൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവൻ്റെ പെണ്ണുങ്ങൾ ചോദിക്കും, നിങ്ങൾ ഇന്നതിനെ ഇവിടെ വെക്കണം, നിങ്ങൾക്ക് കാക്കാൻ വരും. എന്നിട്ട് ഈ തള്ള കുടുങ്ങ. അതേ സമയത്ത് ഈ 8 കിട്ടിയാൽ ഈ തള്ളക്ക് മരണം വരെ ജീവിക്കാൻ അത് മതി, അതിന് കൊടുക്കൂല. നാട്ടിലുണ്ടോ അല്ലേ? പള്ളം നിറച്ച് എൻ്റെ അല്ലേ പള്ളം നിറച്ച്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതൊക്കെ എന്നപ്പോൾ ഞാൻ വായിച്ചെന്നാൽ ഇത് മഹാഭാരതമാണ്. മഹാഭാരതം ശ്ലോകം 25 188 അധ്യായം. ഒരുപാട് ഞാൻ വിശദീകരിച്ച തീരൂല. ചില ഏരിയകൾ ഞാൻ ഒഴിവാക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ്. സത്യം സംക്ഷേപ്യതേ ലോകേ നരൈ പണ്ഡിത
പണ്ഡിതമാനിഭി, സ്വയം പണ്ഡിതരാണെന്ന് വിചാരിക്കുന്നവരെ കൊണ്ട് സത്യം ചുരുങ്ങും. സത്യഹാന്യ തതസ്തേമോഷായു രൽപ്പം ഭവിഷ്യതി. അതായത് സത്യം ലോകത്തില്ലാതെയാകും. ആരില്ലാതെയാക്കും? പണ്ഡിതന്മാരില്ലാതെയാക്കും. അവർ സ്വയം ആരായി പ്രഖ്യാപിക്കും? ബഹുമാനപ്പെട്ട ആലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരായതുകൊണ്ട് എനിക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ലാന്ന് പറയുന്ന ബാലിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഓനെപ്പറ്റി പക്ക ജാഹിൽ പറയാം. ഞാൻ ഉലമായിൽ കൂട്ടിയപ്പെട്ട ഞങ്ങൾ ആലിമീങ്ങൾക്ക് ഇത് പറയല്ലാതെ നിർവാഹമില്ല. ഈ ജാമൂസ് പറയാം. ഓൻ എന്ത് വിവരമുള്ളത്? അമ്പിയാക്കൾക്ക് പോലും ഉത്തര വിവരമുള്ള കൊടുത്തിട്ടില്ല. എന്നിട്ട് ബൊബ്ബം പറയാം, ഈ പക്ക ജാഹിലായ ഈ മൂലിയേര് പറയാ എന്ത് പറയാ? ഞങ്ങൾ ആലിമീങ്ങൾക്ക് ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പം ജനങ്ങളെ മുന്നിൽ ഓൻ ആരാകുക? ആലിമാകുക. സത്യം അരനാവോന്റെ നാവിലൂടെ വരില്ല. ഇവനെപ്പോലത്തെ ഒരു സത്യമില്ലാതെയാക്കും. പണ്ഡിതന്മാർ സത്യത്തെ കൊല്ലും. പണ്ഡിതന്മാർ സത്യത്തെ കൊല്ലും. ഇപ്പൊ സഹിയായ ഹദീസാണ്, മറ്റേ ഹദീസാണ്. മഹാഭാരത ആരും ചോദിക്കണ്ട. മഹാഭാരതം സഹിയായ ഹദീസ് ചോദിക്കണ്ട. നീ സഹിയായ ഹദീസ് ഒല്ലിട്ടു. മഹാഭാരതം മനപ്പർവ്വം 158 അധ്യായം 15 ശ്ലോകം. സത്യം സംക്ഷേപ്യരേ ലോകേനരേ പണ്ഡിതമാനിപി. ഇവൻ പണ്ഡിതനാണെന്ന് അഭിമാനിക്കും. ഞാൻ പണ്ഡിതനാണെന്ന് എത്തി തീർക്കും. അവരെക്കാൾ സത്യമില്ലാതെയാവും എന്ന്. പണ്ഡിതന്മാരുടെ ആയുസ് ചുരുങ്ങും. സത്യഹയാന തതസ്തേഷാമായുരൽപ്പം. അവരുടെ ആയുസ് ചുരുങ്ങും. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർക്ക് ആയുസ് ചുരുങ്ങും ലോകാവസാനം. എന്തുകൊണ്ട്? അസൂയ കൂടുമ്പോൾ ആയുസ് പറയും. വ്രതാനി കരിഷ്യന്തി ബ്രാഹ്മണ വേദനിന്ദക. ബ്രാഹ്മണൻ തന്നെ വേദത്തെ നിന്ദിക്കും. അതായത് പണ്ഡിതന്മാരെന്നെ എന്തിനെ നിന്ദിക്കും? അവര് പണ്ഡിതന്മാര്, ബ്രാഹ്മണന്മാര്, നമ്മളാര്, മൂല്യന്മാര്, അവര് വേദത്തെ നിന്ദിക്കും. മനസ്സിലാണ് പറഞ്ഞത്? ചിന്തിക്കും. വ്രതാനി കരിഷ്യന്തി ബ്രാഹ്മണ വേദനിന്ദക. വ്രതാനി കരിഷ്യന്തി ബ്രാഹ്മണ വേദനിന്ദക. ഒരു വ്രതവും ബ്രാഹ്മണന്മാർ അനുഷ്ഠിക്കില്ല. അവർ വേദത്തെ നിന്ദിക്കുകയും ചെയ്യും. അതായത് പഴയ കാലത്തെ പണ്ഡിതന്മാർക്കുണ്ടായിരുന്ന, ഇപ്പൊ ബ്രാഹ്മണന്മാർക്ക് ചില ഔറാദുകൾ ഉണ്ടാവും, ഷെയ്ഖന്മാരുണ്ടാവും. ബ്രാഹ്മണന്മാർക്ക് കൃത്യമായ ഗുരു ഉണ്ടാവും. ആ ഗുരു അനുസരിച്ചാണ് ഒരു ബ്രാഹ്മണൻ ഒരു ഗുരുകുലത്തിൽ നിന്ന് ഊതിക്കാച്ചിട്ടാണ് മറ്റൊരു ഗുരുവായി തീരുക. അപ്പോൾ തന്നെ ഇയാൾക്ക് മുകളിൽ ആരുണ്ടാവും? വേറൊരു ഗുരു ഉണ്ട്. ആ ഗുരുവിൽ നിന്ന് സ്വീകരിക്കും. ആ ഗുരു കൽപ്പിച്ച നേർച്ചകളും വഴിപാടുകളും എല്ലാം അനുഷ്ഠിക്കേണ്ടി വരും. ആര്? ഈ ശിഷ്യൻ. അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ നമ്മുടെ ആ ഷെയ്ഖിൽ നിന്ന് കൃത്യമായ ഔറാദ് കിട്ടും. ആ ഔറാദായിരിക്കും ഇയാളുടെ ബലം. ഇയാൾ സത്യം നിലനിർത്താനുള്ള അടിസ്ഥാന ആവശ്യം എന്താണ്? ഔറാദ്. ഇത്തരം ഔറാദ് ആധുനിക പണ്ഡിതന്മാർക്ക് ഉണ്ടാവില്ല. കാരണം ഔറാദുകൾ നിഷേധിക്കും. ഔറാദ് മൂല്യന്മാർ കൊടുക്കണമല്ല, ആര് കൊടുക്കാണ്? ഷെയ്ഖ്മാർ കൊടുക്കാണ്. അതിന് ഷെയ്ഖിനെ നിഷേധിക്കും. ബ്രാഹ്മണന്മാർ ഗുരുവിനെ നിഷേധിക്കും. വേദത്തെ നിന്ദിക്കുകയും ചെയ്യും. അവർക്ക് നേർച്ചകളും അവർക്ക് ഔറാദുകളും ഉണ്ടാവില്ല. അപ്പൊ ബ്രാഹ്മണന് സമൂഹത്തിന് മുന്നിലിരിക്കണമെങ്കിൽ അവന് ചില പൂജകളും വഴിപാടുകളും ചില നേർച്ചകളും ഉണ്ടായിരിക്കും. അത് അവനെന്താവില്ല, പാലിക്കൂല. അതുകൊണ്ട് അവൻ വേദനിന്ദക. അവൻ എന്തിനെ നിന്ദിച്ചു? ആ സ്ഥാനത്തിരിക്കുന്നവർക്ക് ചില അടിസ്ഥാനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യൂല. ഞാൻ നിങ്ങളോട് ഇവിടെ വെള്ളിയാഴ്ച ആളുകൾ വരും. നിങ്ങൾ തന്നെ പലരും വരുമ്പോൾ ഞാൻ ആ കാര്യങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഞാൻ ആ കാര്യം പറയുമ്പോഴത്തെ ആ കാര്യം ഇന്നതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ അവർക്ക് തുറക്കും. നിങ്ങൾ ഇന്നാലിന്ന സ്ഥലത്ത് പോയിക്കോളി. എന്താ അത് എനിക്ക് ചെയ്താൽ? എനിക്കതിന് പറ്റൂല. എന്തുകൊണ്ട്? അതിന് ഇത്രയും കാര്യങ്ങൾ ചെയ്തോൻ മാത്രമേ ചികിത്സിക്കാൻ പാടുള്ളൂ എന്ന നിയമമുണ്ട്. നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. അതിനിരുന്നാൽ ഇന്റെ പഠനം നടക്കൂല. എന്താ നിങ്ങൾക്ക് തന്നെ ചെയ്തൂടെ? ചെയ്യാൻ പറ്റൂല. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായി. ഇപ്പോൾ വെള്ളിയാഴ്ച ഇവിടെ വരുന്ന ആളുകളെ ഞാൻ എന്താ ചെയ്യണത്? പലരും നമ്മൾ ഈ പ്രഭാഷണം കേട്ടിട്ട് സ്ഥലം എങ്ങനെയാണ്, എനിക്കൊരു സുഖമില്ല, എൻ്റെ കച്ചവടം പൊളിയാണ്, എല്ലാം പൊളിയാണ്, എനിക്ക് എന്തോ പറ്റി, പരിയിലൊന്നും കലഹാണ്. അപ്പോൾ നമ്മൾ അവനങ്ങനെ കൃത്യമായി നമ്മളിങ്ങനെ എന്താ പറയുക, ഈ മരുവിയറിന് സാധനം ഉണ്ട്, എന്താ ഇങ്ങനെ പൊന്നരിക്കുക. അരിപ്പാണ് നിങ്ങൾ പറയും, അതല്ല അരി സാധനം. അങ്ങനെ ഒരു അരിക്കണൊരു സാധനം. ആ അരിപ്പല്ല കുട്ടികളെ. ഞങ്ങൾ നിലമ്പൂർക്കാരാ. നിലമ്പൂർ സ്വർണം കൂടും. ഏറ്റവും കൂടുതൽ പൊന്നരിപ്പേർ എവിടെയുള്ളത്? നിലമ്പൂരാണ്. ചാലിയാറിൻ്റെ തുടക്കം, ചാലിയാറിൻ്റെ തുടക്കം സ്വർണ്ണമലുണ്ട്. ഇപ്പോഴും വലിയ സ്വർണ്ണമല ഉണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അവിടുന്ന് വെള്ളം ഒഴുകി വരുമ്പോൾ അതിലെന്ത് വരും?
സ്വർണ്ണുണ്ട് അങ്ങനെ ആ സ്വർണ്ണം കിട്ടും ചെയ്യും. പീടി കൊണ്ടേ കൊടുത്ത് വരെ അങ്ങനെ കിട്ടും. പീടി കൊണ്ടേ കൊടുത്താൽ പൈസയും കിട്ടും. ഒരു കാലത്ത് നമ്മളെ നാട്ടിൽ പ്രധാനപ്പെട്ട തൊഴിൽ തന്നെ അല്ല. അപ്പോൾ എന്തിനെ പറ്റി അത് പറയാൻ കാരണം എന്തോ എന്ന് പറയാൻ കാരണം ചികിത്സ എന്നതുപോലെ അതായത് നമ്മൾ ഈ ചികിത്സക്കിരിക്കുന്നവർക്ക് എന്തുണ്ടാവും എന്നറിയോ? ചില പണികൾ അവരെടുക്കണം. അവരിത്ര ആയത്തുൽ കുർസി ഒരു ദിവസം ഓതണം. ഇത്ര അതാണ് ഒറിജിനൽ ചികിത്സ. മറ്റ് സിഹറാണ്. ഇപ്പോൾ ഒരാൾ ചികിത്സിക്കുമ്പോൾ നിങ്ങൾ അന്തം വിടണ്ട. ചികിത്സിക്കുന്നവൻ സിഹറിൻ്റെ ചികിത്സ ചെയ്യും. അത് നിന്റെ ദീനം മാറ്റൂല. ഇവിടുത്തെ ദീനം ഇവിടെ ഇറക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചികിത്സ ഒറിജിനൽ ചികിത്സ ആവണമെങ്കിൽ അയാൾക്ക് ചില കാര്യങ്ങൾ ബാധ്യതകളുണ്ട്. അയാൾ ഒരു ദിവസം ഇത്ര ഫാത്തി ഒതുക്കൊള്ളുന്നുണ്ട്, അയാൾ ഇത്ര ആയത്തുൽ കുർസി ഒതുക്കൊള്ളുന്നുണ്ട്, അയാൾ ഇത്ര യാഹയ്യാക്കയും ചൊല്ലിക്കൊള്ളുന്നുണ്ട്, അയാൾ ഇത്ര സമയത്ത് എണീക്കണമെന്നുണ്ട്, അയാൾ ഭാര്യയുടെ കൂടെ കിടക്കരുതെന്നുണ്ട്. എനിക്കറിയാം ചില ചികിത്സാരികൾ, സത്യസന്ധരായ ചികിത്സാരികൾ രാത്രി 1 മണിക്കൂർ 2 മണിക്കൂർ അപ്പം ഭാര്യൻ്റെ കിടക്കില്ല. അങ്ങനത്തെ ആളുകൾ എനിക്കറിയാം. കേരളത്തിൽ നിലവിൽ ഇപ്പോൾ അവരുമായി എനിക്ക് ബന്ധമുണ്ട്. അവരുടെ അടുത്തേക്ക് ഞാൻ ആളെ പറഞ്ഞേക്കാറുണ്ട്. അവർക്ക് പറ്റില്ല. അവരെ ഗുരു അവർക്ക് കർശനമായ നില കൊടുത്തിട്ടുണ്ടാവും. അശുദ്ധിയായി ഒരു ദിവസം എത്ര സമയം ഉണ്ടാകാൻ പാടുള്ളൂ. ആ സമയം കഴിഞ്ഞാൽ കുളിച്ച് വന്ന് ഇനി ഒരിക്കൽ ഭാര്യ തൊടാത്തെടുത്തത് പോയി കിടക്കണം. അതിനൊരു തയ്യാറാണ്. അതുകൊണ്ടാണ് ഈ ചികിത്സ നടക്കുന്നത്. അപ്പൊ ഈ പിൽക്കാലഘട്ടത്തിൽ ഇതാണ് ഒഴിവായ ഇതേ സാധനം സിഹറായി മാറും. തിരിഞ്ഞിട്ടില്ല. പിന്നെ ഈ ചികിത്സയിൽ ദീനം മാറും. പക്ഷെ ഇതെന്താവും? സിഹറാവും. ഇത് പിശാചിനെ സ്വാധീനിക്കും. ഞങ്ങളോട് പറഞ്ഞിട്ട് ബിസ്മിയോട് കൂടിയും ബിസ്മി കൂടാതെ ഓതലുണ്ട്. ബിസ്മി ഒരേ സൂറത്ത് ബിസ്മിയോട് കൂടി വന്നാൽ ഇബ്താലാണ്, ബിസ്മില്ലാതെ എന്നാൽ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. യാസിൻ ലാസ്റ്റ് മുതൽ മേലെ കൂടിയാൽ സിഹറാണ്. യാസിൻ വൈലഹി തുർജാവൊന്നും കിട്ടും. ചിന്തിക്കണം ഇത്ര കാര്യങ്ങൾ. അപ്പൊ ഇത് ബ്രാഹ്മണന്മാർക്ക്, ചില ബ്രാഹ്മണന്മാർ അവരെ കൂട്ടത്തിലെ ഗുരുക്കന്മാരാണ്, പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ആളുകളാണ്. പക്ഷെ ആ പരിഹരിക്കണമെങ്കിൽ അവരുടെ വേദത്തിൽ അതിന് പ്രത്യേകമായ കർശനമായ വ്രതങ്ങൾ ഉണ്ടാവും. ഇന്ന സാധനം കഴിക്കരുത്, ഇന്ന അത്ര സ്തോത്രം ചൊല്ലണം, ഇന്ന നേരത്തെ എണീക്കണം, ഇങ്ങനത്തെ വ്രതങ്ങൾ ഉണ്ടാവും. ആ വ്രതങ്ങൾ അവസാന കാലത്തെ ബ്രാഹ്മണർ പാലിക്കൂല. അതുകൊണ്ട് അവരുടെ ചികിത്സ യഥാർത്ഥ ചികിത്സയും ആകൂല. നമ്മളെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ലാഹിരി ഇൽമ മാത്രമേ നമ്മൾ ഇൽമ അംഗീകരിക്കുള്ളൂ. ബാത്തിനി ഇൽമിനെ നമ്മൾ അംഗീകരിക്കണില്ല. ഈ ആ വിഷയത്തേക്ക് വരുന്നുണ്ട്. ഞാൻ ഇതിലല്ല വരും. ആരും കുറ്റം പറയല്ല, പഠിക്കാണ്. ഔറാദ് എന്ന സംഗതി ഇല്ല. നീ ഏതെങ്കിലും ഒരാൾ യാഹയ്യാക്കയും ഒരു 10 വട്ടം ചെല്ലാൻ ആരോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാ വലിയ തേങ്ങാക്കൊല എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അതൊക്കെ എന്ത് ചെയ്യുന്നത്? അതൊക്കെ വലിയ ഒരു തേങ്ങാക്കൊലയായിട്ട് നടക്കുന്നത്. അതൊന്നും അല്ല ഔറാദ്. ഔറാദ് തന്നെയാണ്. അതിന് സമയമുണ്ട്. അത് തെറ്റാൻ പാടില്ല. അപ്പൊ അതന്നെ അവസാന കാലമാകുമ്പോൾ ബ്രാഹ്മണന്മാർ അത് പാലിക്കൂല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ വേദജ്ഞാനി. നമ്മളെ പണ്ഡിത അവരെ ക്രിസ്ത്യാനികളാണെങ്കിൽ അച്ഛന്മാര്, മുസ്ലിങ്ങളാണെങ്കിൽ മൗലവിമാര്. അവര് ആദ്യ കാലഘട്ടത്തെ ആളുകൾ പാലിച്ചിരുന്ന വ്രതങ്ങളൊന്നും അവര് പാലിക്കൂല. ഒന്നും പാലിക്കൂല. എന്നെ വ്രതാനി കരിഷ്യന്തി ബ്രാഹ്മണ വേദനിന്ദക ഗച്ഛന്തി ഹോഷ്യന്തി ഹേതുവാദ വിലോഭിത. ബ്രാഹ്മണന്മാർ വരെ ഹേതുവാദ വിലോഭിത. എന്താ ഹേതുവാദം? ഒന്ന് ഉറങ്ങാതെ കേൾക്കടോ. എന്താ ഹേതുവാദം? കാര്യകാരണവാദം. അതേതാ? യുക്തിവാദം. അപ്പൊ മൗലിയന്മാർ വരെ എന്തിനടിമപ്പെടും? യുക്തിവാദത്തിന്. ലോകാവസാനം വരുമ്പോൾ മതപണ്ഡിതന്മാർ യുക്തിവാദികളായിരിക്കും. ഇതിപ്പോ എവിടെയുള്ളത്? മഹാഭാരതത്തിൽ. ഹേതുവാദം. ഹേതു പറഞ്ഞാൽ കാര്യകാരണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിശ്വസിക്കുള്ളൂ. ബിദ്അത്ത്, വഹാബിയത്ത് ഒക്കെ തന്നെയാണ് ഹേതുവാദം. ഒരു ഹേതുവാദമാണ് എന്ത്? മതത്തിന്റെ ഉള്ളിലെ ഹേതുവാദമാണ് എന്ത്? വഹാബിയത്ത് ഹേതുവാദം. സുന്നിയത്തെന്താ? നമുക്ക് അങ്ങനെ മുൻഗാമികൾ ചെയ്ത് സത്യസ്വാലീഹ്യങ്ങൾ ചെയ്ത് ബോധ്യപ്പെട്ടാൽ മതി. ഹേതുവാദമില്ല. അതായത് അതിന് കാരണം നമുക്ക് കിട്ടിയാലും വേണ്ടില്ല. കണ്ണിയത്ത് അങ്ങനെ പറഞ്ഞാൽ മതി. ഇല്ലേ? അങ്ങനെ തന്നെയല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാൻ കണ്ണിയത്ത് അങ്ങനെ പറഞ്ഞാൽ മതി. ശംസുലം അങ്ങനെ പറഞ്ഞാൽ മതി. കുത്തുബി തങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതി. സദഖത്തുല്ലാഹ് മൂല്യ മഹാനവറുകൾ അങ്ങനെ പറഞ്ഞാൽ മതി. ഇനി അതിനൊരു ഹേതുവാദമല്ല. എന്റെ മുപ്പർ അങ്ങനെ പറഞ്ഞു ചോദ്യമല്ല. മറ്റൊരു അങ്ങനെ പോയാ ഒരു തെളിവന് കിട്ടണം. ചെളിപണി കിട്ടിക്കോളുന്നില്ല. അപ്പോൾ എന്നത് അനുഷ്ഠിക്കൂല. ആരാ അവിടെ ഹേതുവാദ വിലോപിതനാവുന്നത്? ആരാ? ബ്രാഹ്മണൻ. അതായത് നമ്മളെ സമുദായത്തിൽ പണ്ഡിതന്മാർ ഹേതുവാദ വിലോപിതരാവും.
എന്താ പറഞ്ഞതിനൊക്കെ അർത്ഥം? ഇതിപ്പോ നമ്മൾ കണ്ണിൽ മുന്നിൽ തന്നെയല്ലേ മനസ്സിലായ? ബ്രാഹ്മണന്മാർ പോലും എന്താണ് ഹേതുവാദ ബ്രാഹ്മണ വേദനിന്ദക യച്ഛന്തി ഹോഷ്യന്തി വേദുവാദവിലോഭിത. ഹേതുവാദത്തിന് അടിമപ്പെടും ആര്? യുക്തിവാദത്തിന് അടിമപ്പെടും ആര്? ബ്രാഹ്മണന്മാർ പോലും. വേദം കൊണ്ടിരുന്നോര് ആരാ ബ്രാഹ്മണൻ? ബ്രാഹ്മണൻ എന്ന് വാക്കിന് അർത്ഥം എന്താ? ബ്രഹ്മം തേടി അലയുന്നവൻ ബ്രാഹ്മണൻ. ബ്രഹ്മം എന്നാൽ എന്താ? അനാദിയും അനന്ത്യവുമായ സത്യമായ ദൈവം, സത്യദൈവം. അത് സത്യദൈവത്തെ തേടുന്നവനാണ് ആര്? ബ്രാഹ്മണൻ. അവർ പോലും പിൽക്കാലത്ത് ആരായി മാറും? യുക്തിവാദി. അതാ ബ്രാഹ്മണൻ. ബ്രഹ്മം തേടി അലയുന്നവൻ ബ്രാഹ്മണൻ. അതിനുവേണ്ടി നസ്യം ചെയ്യുന്നവൻ സന്യാസി. അവൻ സന്യാസി നസ്യം ചെയ്തു, സ്വന്തത്തെ നസ്യം ചെയ്തു. അതായത് സ്വന്തത്തെ നിരാകരിച്ചു, സുഖം ഒക്കെ നിരാകരിച്ചു. ആരെ തേടുന്നത് കൊണ്ട്? ബ്രഹ്മത്തെ, പരമസത്യമായ ബ്രഹ്മത്തെ തേടുന്നുണ്ട്. ദൈവത്തെ തേടിയപ്പോൾ ഇതൊക്കെ നിരാകരിച്ചു. അയാളുടെ പിൻഗാമി പോലും അതേ കുടുംബത്തിലുള്ളവർ പിന്നീട് എന്തായി മാറും? യുക്തിവാദികൾ. ഇന്നിപ്പോൾ അങ്ങനെ തന്നെയല്ലേ? ഹൈന്ദവ സമൂഹത്തിൽ വലിയ ശതമാനം യുക്തിവാദികളാണ്, നിരീശ്വരവാദികളാണ്. അന്നൊരു പ്രശ്നം തന്നെയല്ല. ഹിന്ദുത്വം ഒരു മതമല്ല എന്ന് പറയുന്നവർ വരെ ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ അധികമാണ്. ഹിന്ദുത്വ സംസ്കാരം ഒരു മതമേ അല്ല. മതമല്ലെങ്കിൽ എങ്ങനെ ചങ്ങ ഇതൊക്കെ ഉണ്ടാവുക? ഇതൊക്കെ എവിടുന്ന് കിട്ടി? ഹിന്ദുത്വം സംസ്കാരമല്ല. ഹിന്ദുത്വം എന്തെന്നെയാണ്? ഒരു മതമാണ്. ഏതോ പ്രവാചകന്മാർ അതിന്റെ പിന്നിലുണ്ട് എന്ന്. ശ്രദ്ധേ ദൈവേച്ച പുരുഷായേച്ച നിത്യം ധൃതവ്രതാഃ തേപി ലോപസമായുക്താ ഭവിഷ്യന്തി പരസ്പരം. ആളുകൾ പഴയ കാലത്തെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയിരുന്ന ആളുകൾ ചടങ്ങുകളിൽ ചുരുങ്ങും. ചടങ്ങുകളോടനുബന്ധിച്ച് പാലിക്കേണ്ട ബന്ധങ്ങളൊന്നും അവർ സൂക്ഷിക്കൂല. അതായത് ഈ ചടങ്ങുകൾക്ക് ചടങ്ങുകളോടനുബന്ധിച്ച് ഇപ്പൊ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്ന മൂല്യന്മാരായാലും പിന്നെ തങ്ങന്മാരായാലും ഇവരൊക്കെ അവർക്കൊരു ഒതുക്കം ഉണ്ടാകണം. എന്താണ് ഒതുക്കം? ഇതിന് വിരുദ്ധരായ ആളുകളുമായി അവർക്ക് ബന്ധമുണ്ടാകാൻ പാടില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മൾ നിലവിലൊക്കെ ഉള്ള അവസ്ഥ എന്താ? ബ്രാഹ്മണന്മാർക്ക് നിരീശ്വരവാദികളോടൊക്കെ ഭയങ്കര ബന്ധമായി. ഇപ്പം നമ്മളെ കൂട്ടത്തിൽ മൂല്യന്മാരെ ഏറ്റവും വലിയ ചങ്ങായിമാരാരാ? വഹാബികൾ. തങ്ങന്മാരെ പറ്റി പറയും വേണ്ട. ഒക്കെ ഇവർ ചില കർമ്മങ്ങളൊക്കെ മറ്റും നിരാകരിക്കണവരാണ്. പക്ഷേ ഇവർക്ക് എന്തില്ല? ഒരൊറ്റൊരു പ്രശ്നമല്ല. അതുകൊണ്ടനുബന്ധിച്ച വ്രതങ്ങളൊന്നും ഇവർ പാലിക്കണമില്ല, ഒന്നുമില്ല. അപ്പൊ എല്ലാം ഒരു കൂട്ടുമുന്നണി. മോലിയേരും വഹാബിയും തങ്ങളും വഹാബിയും കൂടിയിട്ടൊരു കൂട്ടുമുന്നണി. യുക്തിവാദിയും ബ്രാഹ്മണനും കൂടി ഒരു കൂട്ടുമുന്നണി. അവസാന കാലത്ത് അങ്ങനെ വരിക. ഇതിപ്പോ കണ്ണിന്റെ മുന്നില് തങ്ങളെയല്ല, അതൊക്കെ ഗർഭലയിൽ മരിച്ചുപോയി തട്ടിപ്പന്മാരാണ് ഇറങ്ങിക്കണമെന്ന് പറഞ്ഞ ആളുകളെ കൂടെയാണ് ഇപ്പൊ ആരുള്ളത്? ഒരു മോലിയേര് പറഞ്ഞാൽ തങ്ങന്മാർ സ്വീകരിച്ചിട്ടില്ലെങ്കിലും ഒരു വഹാബി പറഞ്ഞാൽ സ്വീകരിക്കും. ഇതിനാണ് ചങ്ങായി കലിയുഗം എന്ന് പറയാം. അതന്നെ, മോലിയരെ പറ്റി എന്ത് വിപത്തിൽ തങ്ങൾക്ക് തോന്നിയാലും വഹാബി പറഞ്ഞ നേരാൻ തോന്നും. അത് ഓരോ കുഴപ്പമല്ല. ഇന്നലെ ഞാൻ എൻ്റെ പെണ്ണുങ്ങളോട് പറഞ്ഞ മാതിരി ആരെ കുഴപ്പത്? കാലം അങ്ങനെ കുട്ടിയെ കാര്യല്ല അങ്ങനെ. അതാണ് പ്രശ്നം. ഇതൊക്കെ പറയുമ്പോൾ ഒരു കൂട്ടക്കാർ അങ്ങനെ മോലിയാരെ നിന്നിച്ചിട്ടാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ സത്യമല്ലേ? ശ്രദ്ധേ ദൈവേച്ച പരുഷായച്ച നിത്യം ത്രദവ്രത തേപി ലോപസമയുക്ത ഭവിഷ്യന്ത്യഹ പരസ്പരം. അവരെല്ലാം ഒറ്റക്കെട്ടായി മാറും. തന്നെ എല്ലാം കൂടി ഒറ്റക്കെട്ടോ. ആര്? യുക്തിവാദിയും ബ്രാഹ്മണനും ഒറ്റക്കെട്ടാവും, വഹാബിയും സുന്നിയും പറയും ഒറ്റക്കെട്ടാവും, തങ്ങളും വഹാബിയും ഒറ്റക്കെട്ടാവും. എല്ലാം കൂടി ഒരു സാമ്പാർ. അങ്ങനെ ഇതൊക്കെ മഹാഭാരതത്തിൽ വായിച്ച് പറഞ്ഞൊരു കാര്യമല്ല. അവസാനം വരുമ്പോൾ തന്നെ ജ്ഞാനി അവിജ്ഞായ കരിഷ്യന്തി ക്രിയാഹ തദാ ആത്മച്ഛന്ദേന വർത്തന്തേ യോഗാന്തേ പരിപസ്ഥിതേ. യോഗാവസാനം വരുമ്പോൾ ശരിയായ അറിവുകൾ ആളുകൾക്കില്ലാതെ വരും. അപ്പോൾ അവർ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് അവർ കർമ്മം ചെയ്യുക. ശരിയായ അറിവുണ്ടാവില്ല. ഇതാണ് ബിദ്അത്ത്. അത് അവരെ മതത്തിലുണ്ടാവും. മനസ്സിലായില്ല? മുൻഗാമികൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ സൂക്ഷിച്ചിരുന്ന ആ സൂക്ഷ്മതകൾ പിൻഗാമികൾ ഒഴിവാക്കും. എന്തുകൊണ്ട്? അവർക്ക് അവരുടെ മുന്നിൽ അതിന് ന്യായങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ലോകാവസാനം വരുമ്പോൾ അവരവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ അവരവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും. ഇതന്നെയല്ലേ എന്ത് ബിദ്അത്ത്? ഇപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ നാട്ടിലുണ്ടായിരുന്നു 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കാനേ പാടില്ല.
8 3 11 അതിമ തല്ലുണ്ടെങ്കിൽ കഴിയും. ഇപ്പൊ തിരിച്ചു വീണ്ടും എന്ത് പറഞ്ഞു? 20 നിസ്കരിക്കാം. അപ്പൊ അന്നത്തെ ഹവ അങ്ങനെ, ഇന്നത്തെ ഹവ ഇങ്ങനെ. ഇപ്പൊ പുതിയ ഹവ വന്നു. എന്ത് പെരുന്നാളും പിന്നെ വെള്ളിയാഴ്ചയും കൂടി ഒത്തു വന്നാൽ പെരുന്നാൾ പള്ളി മതി, പിന്നെ എന്ത് വേണ്ട, വേണ്ട. നീ കുറച്ചു നേരം കഴിഞ്ഞാൽ വേറെ പെരുന്നാൾ പള്ളി പോകണം. അപ്പൊ അന്നത്തെ ഹവ അങ്ങനെയാവും, ഇന്നത്തെ ഹവ അങ്ങനെയാവും. നയിക്കണത് ആരാണ്? ഹവ. തന്നെ ഇപ്പൊ ബ്രാഹ്മണനെ പറ്റി പറഞ്ഞു. അവസാന കാലം വരുമ്പോൾ ബ്രാഹ്മണന്മാർ സ്വന്തം താല്പര്യത്തെയാണ് മാനദണ്ഡാക്കുക, അല്ലാതെ എന്തല്ല അവരുടെ മുൻ ഗുരുക്കന്മാരെ മാനദണ്ഡമാക്കുകയേ ഇല്ല. ജ്ഞാനിച്ച യഥാർത്ഥ വിജ്ഞാനം ആർക്കും ഉണ്ടാവില്ല. അതന്നെ ജ്ഞാനിച്ച അഭിജ്ഞായ കരിഷ്യന്തി ക്രിയാഹ തഥാ ആത്മച്ഛന്തേന വർത്തന്റെ. ആത്മച്ഛന്തേന ഒരു അവരവർക്ക് ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന്റെ സുഖത്തിനായി വരണമെന്ന് പറഞ്ഞ മാതിരി അവരവരുടെ താല്പര്യത്തിനാണ് അവരവർ എന്ത് ചെയ്യാം? കർമ്മം ചെയ്യാം. എൻ്റെ താല്പര്യമായിരിക്കും എൻ്റെ കർമ്മം. എവിടുന്നാ വായിക്കണമെന്നറിയോ? മഹാഭാരതം വനപർവം തന്നെ 188 അധ്യായം 54 ശ്ലോകം. കഴിഞ്ഞിട്ടില്ല, ഇങ്ങോട്ട് ഇഷ്ടം പോലെ എന്ന് അള്ളാഹ് വർത്താനം പറയുന്നത്. ദാമ്പത്യേതി ഭിരുചി ഹേർമുദ മായവൈവ വ്യവഹാരികേ സ്ത്രീത്തെ ദാമ്പത്യേത്യ ഭിരുചിർ ഹേതുർമായ മായയുവ. അതായത് ദാമ്പത്യം പരസ്പര ആകർഷണത്തിൽ മാത്രം തുടങ്ങും. അതായത് ഒരു പെണ്ണിനൊരാളെ ഇഷ്ടപ്പെട്ടാൽ ഒരു ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കും. ലോകാവസാനം വരുമ്പോൾ എന്തുണ്ടാവില്ല? ദാമ്പത്യം അവർ ആകർഷണത്തിൻ്റെ മേൽ മാത്രമാവും. അതിനപ്പുറം ഒരു ഉടമ്പടിയോ മറ്റോ ഉണ്ടാവില്ല. അതായത് ഹിന്ദു മതത്തിലും ഒരു കുടുംബത്തിന് എന്തുണ്ട്? ഒരു ഉടമ്പടി ഉണ്ട്. ക്രിസ്തു മതത്തിലുണ്ട്. പള്ളിയും അമ്പലം ഒക്കെ പ്രധാനമായി അത് എന്ത് ചെയ്യും? ഉടമ്പടി വെക്കും. പിന്നെ ഇസ്ലാം മതത്തിലും എന്തുണ്ട്? നിക്കാഹ് പറയാം, അത് എന്ത് രേഖപ്പെടുത്തി മനുഷ്യന്മാർ അത് ഉടമ്പടി ഉണ്ടാവും. എന്നാൽ ലോകാവസാനം ആയി കഴിഞ്ഞാൽ പരസ്പര അഭിരുചി ദാമ്പത്യേത്യഭിരുചി ഹേർ മുതമായവ. അതായത് എന്തിന്മേലാണ് ഈ ദാമ്പത്യം ആരംഭിക്കുക? അഭിരുചി. ലിവിങ് ടുഗദർ അതന്നെ ലിവിങ് ടുഗദർ. അതാണ് പറഞ്ഞത്. അങ്ങനെ ലിവിങ് ടുഗദർ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇവനേക്കാളും മസിലുള്ള വേറൊരുത്തനോട് കണ്ടെങ്കിൽ അങ്ങോട്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം വേറെ ആളെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങോട്ട് വരും. പഠിച്ചോനെ എന്തായി കേൾക്കണം? ഗൾഫിലൊക്കെ സ്ഥിരമായിട്ടുണ്ട്. അതായത് മലയാളിയായി ബാച്ചിലറായി കഴിയുന്ന വ്യക്തിക്ക് ഒരു ഫിലിപ്പീനിയോ മറ്റോ ഇന്തോനേഷ്യ ഫിലിപ്പീനിയോ ഒക്കെ ബാംഗ്ലൂരൊക്കെ സർവ്വസാധാരണ. UAE-ലുണ്ടില്ലേ ഇതൊക്കെ? നിങ്ങൾക്ക് പുതിയ അറിയുക? പഠിച്ചോനെ അല്ലാ, മനസ്സിലായില്ല. അവർ ഒരു അഭിരുചി അങ്ങനെ ജീവിക്കും. സോക്കടുണ്ടോ കുട്ടിയെ? എന്ത് കല്യാണം? നിങ്ങളെവിടുന്ന വരുന്നത്? റേഞ്ച് പോയതാ നിങ്ങൾക്ക്? കല്യാണം എന്ത് കല്യാണം? ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കണ്ടുമുട്ടി അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കണ്ടിട്ട് നമുക്ക് ഒന്നിച്ച് ജീവിക്കാം. പുറത്തുനിന്ന് അങ്ങോട്ട് കൈമാറി അപ്പുറത്ത് ജ്യൂസ് കടിക്കാർ ജ്യൂസ് കുടിച്ചു. എന്നാൽ എൻ്റെ റൂമൊക്കെ കാണിച്ചെന്ന് ഓളെ റൂമിലുള്ള സാധനം ഇട്ടിട്ട് കഴിഞ്ഞു. മറ്റൊന്ന് അപ്പോൾ ഓള് വേറെ സ്ഥലത്ത് നിന്ന് വരികയായിരിക്കും. അപ്പോൾ ഞാൻ ഉണ്ടാവില്ല കേട്ടോ, ഞാൻ വേറെ സ്ഥലത്തേക്ക് പോയി ഫോൺ ചെയ്യും. അപ്പോൾ ഒന്ന് ഓൻ്റെ റൂമിൽ കയറി 2 മണിക്കൂർ വെറുതെ ഉത്തരക്കും. എന്ത്? രണ്ടാളത്ത് താക്കോലുണ്ടാവും. റൂമിൻ്റെ താക്കോൽ രണ്ടാളത്തുണ്ട്. ഇവള് കയറിയിട്ട് ആ റൂമിലെ സാധനം എടുത്തിട്ട് വേറൊരുത്തിനൊപ്പം പോയി നമുക്ക് ഒന്നിച്ച് ജീവിക്കാന്ന് പറഞ്ഞാൽ ഒരു അമ്മ ജീവിതം തുടങ്ങി. അതിലുള്ള ഗുണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇവൾക്കൊരു ഗുണമുണ്ട്. എന്ത്? റൂം വാടക ഉള്ളു കൊടുക്കണ്ട. റൂം വാടക കൊടുക്കും. റൂം വാടക വലുതാണ് അവിടെ. പിന്നെ ഓളെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. അപ്പോൾ കഴിഞ്ഞ തവണ ഉള്ള ഒപ്പം ലിവിങ് ടുഗദറിന് കഴിഞ്ഞ ആളെ അത്ര ഇവനുമായുള്ള ശാരീരിക ബന്ധം കാര്യക്ഷമമാകണില്ലെങ്കിൽ അപ്പോൾ തന്നെ ഓൾ വേറെ ആളെ തേടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വേറെ ആൾ ഓനെ തിരക്കടിൽ ഒന്നും കൂടി ജിമ്മിലൊക്കെ പോയി തടിയൊക്കെ ഒരു ബോഡിയൊക്കെ ഉഷാറാക്കി അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോകും. ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് അങ്ങോട്ട് പോകും. ചിലപ്പോൾ ആ പോക്ക് ചിലപ്പോൾ 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം ഒക്കെ അങ്ങനെ. ചിലപ്പോൾ ഒരു കുട്ടികളുണ്ടാകാം. കുട്ടികളുണ്ടായാൽ പിന്നെ കല്യാണം കഴിക്കും. ഈ കുട്ടികൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുവേണ്ടേ? അപ്പോൾ അതിനോട് കല്യാണം കഴിക്കും. ഏകദേശം ലോകരാജാക്കന്മാരൊക്കെ കല്യാണം ഇപ്പോൾ കുട്ടീൻ്റെ ആയിട്ട് 10 കൊല്ലം നടത്തുന്നത്.
അതെ അതെ. പിന്നെ കുട്ടികളൊക്കെ ആയി പിന്നെ കല്യാണം കഴിക്കും, നിയമപരമാക്കും. കാരണം ഇവർക്ക് മക്കൾക്ക് പാസ്പോർട്ട് വേണം. മനസ്സിലായി? മക്കൾക്ക് പാസ്പോർട്ട് വേണമെങ്കിൽ എന്ത് വേണമല്ലോ പറയടോ, അച്ഛൻ്റെയും അമ്മൻ്റെയും ഇത് കിട്ടണ്ടേ, വിവാഹ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്പോൾ ഉണ്ടാക്കും. ചിലപ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല, അങ്ങനെ പോവും, ആളങ്ങനെ പോവും, ഇവനങ്ങനെ പോവും. ഒരു രാത്രിയൊക്കെ വെറുതെ കിടക്കുമ്പോൾ അപ്പം മറ്റനും ഓള് അണ്ടിയും അണ്ണാൻ്റെ മാരെ പോയി ആയോ മനസ്സിലായില്ല. അതായത് ഇവിടെ അടി അണ്ണാൻ്റെ കയ്യിൽ നിന്ന് ചായ താഴത്തേക്ക് അടി. അപ്പം അണ്ണാനുണ്ടായാലും മേപ്പോട്ട് നോക്കിയാണ്ട് കീപ്പോട്ട് നോക്കിയാണ്ട് ഒരു ഇരുത്തം. അങ്ങനെ ഒരു മണിക്കൂർ 2 മണിക്കൂർ ഇരിക്കും. നീ പാര കിട്ടുക മാങ്ങൻ്റെ അടി ഈമ്പണിൻ്റെ ഇടയിൽ കൊമ്പത്തിരുന്നാണ്ട് മാങ്ങൻ്റെ അടി. ഈമ്പണ സുഖത്തിൻ്റെ അടിയിൽ ഇരിക്കുന്നതിനിടയിലാണ് കയ്യിൽ നിന്ന് മാങ്ങൻ്റെ അടി അണ്ണാൻ്റെ കയ്യിൽ നിന്ന് വീണു. പിന്നെ അണ്ണാനെ 2 മിനിറ്റ് അതിങ്ങനെ നോക്കി കുത്തിരിക്കണ മാതിരി ഒരു 2 മണിക്കൂർ എന്താ മുട്ട അവിടെ ഇരിക്കും. ഇനി പാരയെ കിട്ടുക. അപ്പോൾ ഓനും പുറത്തേക്ക് ഇറങ്ങി ബീച്ച് കൂടി അവിടെ ഇവിടെ അപ്പോൾ ഒരാളെ കിട്ടും, അവളെയും കൊണ്ട് പിന്നെ ഓൻ തുടങ്ങും. ചിലപ്പോൾ എൻ്റെ ദിവസം ഒന്നും വെറുതെ പോവില്ല, അപ്പോൾ അടുത്ത ആളായി. അതന്നെ ഭയങ്കര നോക്കി നിങ്ങൾ എന്തായി പറഞ്ഞതൊക്കെ. ദാമ്പത്യേതി പിരുചി ഹേർമുദമായ അവരുടെ അഭിരുചിക്കനുസരിച്ച് അവർക്ക് ദാമ്പത്യം മാറിക്കൊണ്ടേയിരിക്കും.